കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി 18-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നും 10,000 വ്യാപാരികൾ മാർച്ചിൽ പങ്കെടുക്കും. 18% GST പിൻവലിക്കുക, കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, ഓൺലൈൻ വ്യാപാര മേഖലയ്ക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് മാർച്ച് നടത്തുന്നതെന്നും ജില്ലയിൽ നിന്നും നിരവധി വ്യാപാരികൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും സണ്ണി പൈമ്പിള്ളി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മാസം 18-ാം തീയതി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. കേരളത്തിലൊട്ടാകെ 10,000 വ്യാപാരികളാണ് ഈ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഈ മാർച്ചിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന കാര്യം വാടകയ്ക്ക് അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയ GST 18% GST പൂർണ്ണമായി പിൻവലിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമതായി ആവശ്യപ്പെടുന്നത് ഈ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ടൗൺഷിപ്പുകളിൽ പിന്നെയും സാരമില്ല, അത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും കോർപ്പറേറ്റുകൾ കടന്നു വരുന്നത് ചെറുകിട വ്യാപാരികൾ പൂട്ടിപ്പോകാൻ ഇടയാക്കും. അതുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. മൂന്നാമതായി ആവശ്യപ്പെടുന്നത് ഈ ഓൺലൈൻ വ്യാപാര മേഖലയ്ക്ക് ഒരു പ്രത്യേകമായ സെസ് ഏർപ്പെടുത്തണം. ഓൺലൈൻ വ്യാപാരികൾ ബൾക്ക് പർച്ചേസ് നടത്തുന്നതുകൊണ്ട് അവർക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് ചെറുകിട വ്യാപാര മേഖലയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ചെറിയ പിടിച്ചു നിർത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഓൺലൈൻ വ്യാപാര മേഖലയിൽ ഒട്ടാകെ ഒരു ചെറിയ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര മേഖലയും ഓൺലൈൻ വ്യാപാര മേഖലയും തമ്മിൽ വലിയ മാറ്റമില്ലാത്ത വിലയിൽ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് 18-ാം തീയതി ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നും ഈ പാർലമെൻറ്റ് മാർച്ചിൽ 500 പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലൊട്ടാകെ 10,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ കേരള ഹൗസിൻ്റെ മുൻപിൽ നിന്നും ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ആരംഭിക്കുന്നത്. ഈ മാർച്ചിന് എല്ലാവിധ ധാർമ്മികമായ പിന്തുണയും എല്ലാ വിഭാഗം ആളുകളുടെയും ഉണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു.